സെന്ററിൽ കൂടെ കയറി പോലെന്നല്ലേ പറഞ്ഞ. നിങ്ങൾ എന്തോ ബ്രോ ഞാനും രേണു സുധി അഭിനയിച്ച ഒരു ആൽബത്തിന്റെ ഒരു ഭാഗമാണ് ഒരു വീഡിയോ. ആൽബത്തിന്റെ ഒരു പാർട്ടാണ് എല്ലാവരും ഷെയർ ചെയ്യുന്നത്. അനാവശ്യമായിട്ട് റോഡ് ബ്ലോക്ക് ആക്കി എന്ന് പറഞ്ഞാൽ. നമസ്കാരം, വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളൊക്കെ ഇതിനകം ധാരാളം പേർക്ക് ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് അറിയാമായിരിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കാൻ പല വഴികളുമുണ്ട്. പലരും ഇതിനായിട്ട് തുനിഞ്ഞിറങ്ങാറുമുണ്ട്. പലപ്പോഴും ആളുകളുടെ വായിലിരിക്കുന്നതും കൂടി കേൾക്കേണ്ടി വരും എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അടുത്തിടെ കൊല്ലം സുധിയുടെ ഭാര്യ രേണുവും കൂടെ ദാസ് കോഴിക്കോടും ചേർന്നിട്ട് ഒരു വീഡിയോ നടു റോഡിൽ ഡാൻസൊക്കെ കളിച്ചിട്ട് ചെയ്തിരിക്കുന്നത് കാണാനിടയായി. ആ സ്ഥലത്ത് ധാരാളം വണ്ടികൾ വരുന്നുമുണ്ട്, പോകുന്നുമുണ്ട്. അതിനിടയിലാണ് നടു റോഡിൽ വെച്ചിട്ട് ഇവർ വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ആദ്യം കാണാം. സെന്ററിൽ കൂടെ കയറി പോലെന്നല്ലേ പറഞ്ഞ. നിങ്ങൾ എന്തോ ബ്രോ ഞാനും രേണു സുധി അഭിനയിച്ച ഒരു ആൽബത്തിന്റെ ഒരു ഭാഗമാണ് ഒരു വീഡിയോ. ആൽബത്തിന്റെ ഒരു പാർട്ടാണ് എല്ലാവരും ഷെയർ ചെയ്യുന്നത്. അനാവശ്യമായിട്ട് റോഡ് ബ്ലോക്ക് ആക്കി എന്ന് പറഞ്ഞാൽ. അപ്പോൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, രാവിലെ 7 മണിക്കാണ് ഷൂട്ടിങ്. പക്ഷെ രാവിലെ ആയാലും രാത്രിയിലായാലും എപ്പോഴായാലും ഇവിടെ ചുറ്റും ധാരാളം വാഹനങ്ങളും, മാത്രമല്ല ആ റോഡ് വന്നിട്ടൊരു പാലത്തിൻ്റെ ഭാഗവുമാണ്. പിന്നെ ബൈക്കിൽ വന്ന് സംസാരിച്ചത് ഇവരുടെ കൂടെ ആ ക്രൂവിൽ ഉള്ളവരാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ആൽബം ആയിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. രേണുവിന് അറിയാവുന്ന തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിലൊരു തെറ്റുമില്ല. കാരണം ഒരു വരുമാനത്തിൻ്റെ ആവശ്യം ഇല്ലാത്തവരായിട്ട് ആരുമില്ല. പക്ഷെ ഇത് കുറച്ച് ഓവറായി പോയില്ലേ എന്നാണ് കാണുമ്പോൾ തോന്നുന്നത്. ഇതിനിപ്പോൾ ഒരുപാട് വിമർശനങ്ങളും നെഗറ്റീവ് കമൻസും ഒക്കെ ഇവർക്കെതിരെ വരുന്നുണ്ട്. പരാതി കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇവനെ പോലീസ് പൊക്കുന്നതായിരിക്കും. എന്നെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് എന്നെ അറിയാം. എന്നെ മനസ്സിലാക്കാത്ത ആളുകൾ എങ്ങനെ ഇങ്ങനെ കമന്റ് ഇടുന്നു എനിക്കറിയില്ല. ഒരുപാട് ആളുകൾ ഇവിടെ വീഡിയോ ചെയ്താണ്. ഒരുപാട് സ്ത്രീകൾ ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആരോടും ഇതുവരെ മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട് എന്റെ പ്രിയ ചങ്കുകൾ. അപ്പം സന്തോഷം. അവരുടെ റൂൾസ് എന്താ ഇപ്പൊ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ആരാ എന്ന് അവർ ചോദിക്കും. എന്തിനാ വെറുതെ അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. അവരുടെ പാഷൻ എന്താണോ, എന്തിനാ നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. അവർക്ക് ഇഷ്ടം. ഇപ്പൊ ഇയാൾ ഒരു മിനിറ്റ്, ഇയാൾ ഓൺലൈൻ മീഡിയ അല്ലേ, ആ ഫേസ് ഒന്ന് കാണിക്കൂ. ഇതല്ലേ ഇഷ്ടം? അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അവരുടെ ഇഷ്ടം എന്താണോ അവരുടെ ഇഷ്ടത്തിന്, ഓരോരുത്തർക്കും ഓരോ പാഷൻ അല്ലേ, അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കും. നമ്മൾ എന്തിനാ അതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യം അല്ലേ? പുള്ളിക്കാരുടെ ഇഷ്ടം പോലെ ചെയ്യും. നല്ല കണ്ടന്റ് മേക്കറാണ് കേട്ടോ. ഏതാണ് യൂട്യൂബ് ചാനൽ? ഇറങ്ങിക്കോട്ടെ. ഇതൊരു ആൽബമായിട്ടാണല്ലോ ഷൂട്ട് ചെയ്തത്. ബൈക്ക് യാത്രക്കാരാകട്ടെ ഇതിൽ അഭിനയിച്ചവരും. പക്ഷേ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കിയിട്ടും ഈ ആൽബം ഇതുവരെ റിലീസ് ആയതായിട്ട് തോന്നുന്നില്ല. എന്നിട്ടും അതിൽ നിന്നും ഇങ്ങനെ ഒരു ഭാഗം മാത്രം പുറത്തു വിടേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. പക്ഷേ ഇൻസ്റ്റയിൽ ഇതിന് വന്നിട്ട് ഏതാണ്ട് 1 മില്യണിനടുത്ത് വ്യൂവർഷിപ്പ് ഉണ്ട്. പെർമിഷൻ ഒന്നും എടുക്കാതെ പാലത്തിൽ വെച്ച് ഇങ്ങനെ ഒരു റീല് ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും ചിലപ്പോൾ പണി കിട്ടിയേക്കാം. MVD ചിലപ്പോൾ ഇതിനെതിരെ നടപടിയും സ്വീകരിച്ചേക്കാം. ധാരാളം പേര് കമൻസിൽ വന്നിട്ട് MVDയും ടാഗ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഒരുപാട് പേർക്ക് എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും റീച്ചാണ് മുഖ്യം. എപ്പോഴും റീച്ച് എന്നുള്ളൊരു ചിന്ത മാത്രമേ ഈ വിഭാഗ ആൾക്കാർക്ക് ഉള്ളൂ. മാത്രവുമല്ല, എങ്കിലും രീതിയിൽ പലതും കാണിച്ചു കൂട്ടിയിട്ട് ഒരു റീച്ച് ഉണ്ടാക്കി കിട്ടുക, അതിനായിട്ട് അവർ പല രീതിയിലും പരിശ്രമിക്കുന്നുണ്ട്, പ്രയത്നിക്കുന്നുമുണ്ട്. എന്ത് വേണമെങ്കിലും അവർ കാണിക്കാൻ തയ്യാറുമാണ്. ഇങ്ങനെ പോയാൽ ധാരാളം ജനങ്ങൾ ഇതിനെതിരെ കാര്യമായിട്ട് പ്രതികരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ നീങ്ങും. സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞ് അനുഭവിച്ചവരുടെ കാര്യം അവർക്കറിയാം. ഇങ്ങനെ ഒരു പ്രശ്നം അതത്ര ചില്ലറ കളിയല്ല, സുഖമുള്ള ഏർപ്പാടുമല്ല. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് മറക്കാതെ കമൻസിൽ അറിയിക്കുക. ഇതിനെപ്പറ്റി ഇനി കൂടുതലൊന്നും പറയാനായിട്ടും ഇല്ല. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.